ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ലോകത്താങ്ങുകളിൽ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വർപ്പൂരം നീയണയും വരെയും. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നാം തുടരെ ചിന്തിച്ചു വരികയാണ്, നാം ധ്യാനിച്ചു വരികയാണ്. പാപം വേട്ടയാടുന്നു. എൻ്റെ ദൈവമായ യഹോവയെ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പാപം വേട്ടയാടുന്നു, ശാപം വേട്ടയാടുന്നു. കർത്താവെ, പാപത്തിൻ്റെ ആക്രമണം എന്നെ പിടികൂടുവാൻ എൻ്റെ പിന്നാലെ ഓടിയെടുക്കുന്നു. പാപത്തിൽ നിന്ന് എനിക്ക് മോചനം തരണമേ. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. ആസ് യു സോ സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ദൈവ പൈതലെ, പാപം നിന്നെ വേട്ടയാടി പിടികൂടുന്നതിന് മുൻപ് നീ പാപത്തെ കണ്ടെത്തി, പാപത്തെ തിരിച്ചറിഞ്ഞ്, പാപത്തെ കണ്ടുപിടിച്ച്, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മോചനം പ്രാപിച്ചു കൊള്ളുക. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. ശരീരത്തിൽ രോഗമായി പാപം നിന്നെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ കോൺഷ്യൻസ്. മനസാക്ഷിയിൽ പാപം നിന്നെ കണ്ടെത്തും, മാനസിക രോഗങ്ങൾ ഉണ്ടാക്കും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവികാല തലമുറകളിൽ പാപം നിന്നെ കണ്ടെത്തും. തീർന്നില്ല, നിത്യതയിൽ പാപം നമ്മെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഇറ്റേണിറ്റി. നിത്യതയിൽ പാപം നമ്മെ കണ്ടെത്തും. നമുക്ക് ആ തിരുവചനം വായിക്കാം. എന്താണ് നാം വായിക്കുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, അവൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 25-ാം അധ്യായം 19-ാം വാക്യം. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നു, അവരുമായി കണക്ക് തീർത്തു. യജമാനൻ വരും, യജമാനായ യേശു വരും. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നു, അവരുമായി കണക്ക് തീർത്തു. ദാസന്മാരുടെ യജമാനൻ വന്നു, അവരുമായി കണക്ക് തീർത്തു. യജമാനൻ വരുമന്നേര ഉണർവുള്ളോരായി മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോ ധന്യരാം. പകലെല്ലാം തൻ കൂടെ പണിതോരവർ കവനരകെട്ടി പരിഗമിച്ചിടും. തകനിരുത്തും മേശയ്ക്കായി പരിഗമിക്കൂ സുത റുകുദിശ
റകലീത്ത മുടയുന്നോരോ മുടി ഹാലേലുയ്യ ചൂടും മകുടത്തിൽ. യജമാനായ യേശു വീണ്ടും വരും. യജമാനായ യേശു വീണ്ടും വരുമ്പോൾ തൻ്റെ മുന്തിരിത്തോപ്പിൽ പണി ചെയ്യുന്നവരായി കാണുന്ന ദാസന്മാർ അവർ മാത്രമേ ധന്യന്മാരായി തീരുന്നുള്ളൂ. അല്ലാത്തവരെല്ലാം ശപിക്കപ്പെട്ടവരെ എന്ന് വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുകയെന്നുള്ള ന്യായവിധി കേൾക്കേണ്ടി വരും, ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും. അന്ന് തൻ്റെ മുന്തിരിത്തോപ്പിൽ പണി ചെയ്യുന്ന ദാസന്മാരെ താതൻ തൻ്റെ തിരുമേശയെങ്കിലേക്ക് ആനയിച്ചിരുത്തും. സുതൻ പരികർമ്മിക്കും, പുത്രൻ തമ്പുരാൻ അവരെ ശുശ്രൂഷിക്കും. റൂഖുദിശ പാറക്കലീത്ത മുടയുന്ന മുടി, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് മുടയുന്ന കിരീടം, മെനഞ്ഞുണ്ടാക്കുന്ന കിരീടം, വാടാത്ത കിരീടം, നീതിയുടെ കിരീടം, പ്രശംസാ കിരീടം, തേജസ്സിൻ്റെ കിരീടം, സന്തോഷത്തിൻ്റെ കിരീടം, പ്രതിഫലത്തിൻ്റെ കിരീടം, അത് തൻ്റെ വയലിൽ വേല ചെയ്തുകൊണ്ടിരുന്ന വിശുദ്ധന്മാരുടെ ശിരസിന്മേൽ വയ്ക്കും. റൂഖുദിശ പാറക്കലീത്ത മുടയുന്ന മുടി മകുടത്തിൽ ചൂടിക്കും, ശിരസിൽ അണിയിക്കും. യജമാനൻ വരും. നാം വായിക്കുന്നു, വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. സഹോദരങ്ങളെ, കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്, കണക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്, അക്കൗണ്ട് നോക്കുന്ന ഒരു ദിവസമുണ്ട്, കണക്ക് പരിശോധിക്കുന്ന ഒരു ദിവസമുണ്ട്. തിരുവചനം പിന്നെയും പറയുന്നു, നാം വായിക്കുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുന്നു, നിന്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. നിന്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക എന്ന് യജമാനൻ ആവശ്യപ്പെടുന്നൊരു സമയമുണ്ട്. ഇന്ന് ഒന്നും ചിന്തിക്കാതെ നാം നടക്കുന്നു, ഒന്നും നാം നിരൂപിക്കുന്നില്ല, നാം ഒന്നും മനസ്സിലാക്കുന്നില്ല, തോന്നിയതുപോലെ ജീവിക്കുന്നു, ദൈവബോധമില്ലാതെ ജീവിക്കുന്നു, മദ്യപിച്ചും ലക്കുകെട്ടും കുടുംബത്തിൽ കലക്കമുണ്ടാക്കിയും മാതാപിതാക്കളെ അനുസരിക്കാതെയും പാവം നിരപരാധിയായ ഭാര്യയെ സംശയിച്ചും അവിശ്വസിച്ചും ചോദ്യം ചെയ്തും ധിക്കരിച്ചും ഉപദ്രവിച്ചും പീഡിപ്പിച്ചും കഠിനമായി മർദ്ദിച്ചും ഭർത്താവിനെ അനുസരിക്കാതെ ധിക്കാരമായി പെരുമാറിയും തറുതല പറഞ്ഞും മക്കളെ ശപിച്ചും പിരാകിയും പോരാ അവിശ്വസ്തത കാണിച്ചും അന്യജടത്ത മോഹിച്ചും വ്യഭിചാരത്തിലും പരസംഗത്തിലും മുഴുകിയും കൊള്ളരുതാത്ത ബന്ധങ്ങളിൽ കുഴഞ്ഞും അനേകം ജീവിതങ്ങളിൽ നിന്ന് തകരുന്നു. ഒരു ദിവസം കണക്ക് നോക്കും. നിന്റെ കാര്യവിചാരത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. അന്നെല്ലാം മുഴങ്കാലും മടങ്ങും. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ തൻ്റെ സന്നിധിയിൽ മടങ്ങുമെന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവൻ്റെ തിരുസന്നിധിയിൽ മടങ്ങും. യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ എല്ലാ മുഴങ്കാലും മടങ്ങും. ദൈവജനമേ, ഓർക്കുക, നാം വായിക്കുന്ന 2-ാം അധ്യായം 10-ാം വാക്യം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ദൈവമില്ല എന്ന് പറയുന്നവനും മുട്ടുമടക്കും, ദൈവനിഷേധിയും മുട്ടുമടക്കും. തോന്നിയാസം ജീവിച്ചവനും നിഷ്ഠൂര പ്രവൃത്തികൾ ചെയ്തവനും കൊലപാതകം ചെയ്യുവാൻ മടിയില്ലാതെ ഭീകരമായ നിഷ്ഠൂര പ്രവൃത്തികൾ, ക്രൂരപ്രവൃത്തികൾ ചെയ്തവനും, സഹോദരങ്ങളെ, എത്രയും മാരകമായ മഹാപാപങ്ങൾ മുഴുകിയവനും ഏവരും ഒന്ന് മുട്ടുമടക്കേണ്ടി വരും. എല്ലാവരും അവിടെ വണങ്ങും, അവിടെ താഴും. ന്യായാധിപതി ന്യായാസനത്തിൽ ഇരിക്കും, കണക്ക് ചോദിക്കും. നിന്റെ കാര്യവിചാരത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. യജമാനൻ വന്നു, അവരുമായി കണക്ക് തീർത്തു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നു, അവരുമായി കണക്ക് തീർത്തു. റോമർ 14:10, നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. റോമർ 14:10 വീണ്ടും വായിക്കുന്നു. റോമർ ലേഖനം 14:12 വായിക്കുന്നു, ആകയാൽ നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട്
കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ, ദൈവസന്നിധിയിൽ വളരെ കരുതലോടിരിക്കേണ്ടതാണ്. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. ഓരോരുത്തനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുന്നൊരു നാളുണ്ട്. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഇറ്റേണിറ്റി. നിത്യതയിൽ പാപം നമ്മെ കണ്ടെത്തും. സഹോദരങ്ങളെ, വളരെ ഗൗരവമേറിയൊരു പാഠമാണത്. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാരും ഇതിൻ്റെ ഗൗരവം ഓർക്കുന്നില്ല. ഇതാ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത എത്രയും ഗൗരവമേറിയ സന്ദർഭം വരും. മരണത്തിന് ശേഷം ന്യായാധിപരുടെ മുൻപാകെ നിൽക്കേണ്ടി വരും. ഇതാ എല്ലാ മുഴങ്കാലും മടങ്ങേണ്ടി വരും. ഇതാ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ മുഴങ്കാൽ മടക്കി ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസം പിതാക്കന്മാർ ആ ദിവസത്തെ ഓർത്താണ് പാടിയത്. ഇങ്ങനെ പാടി: നീതിയിൽ വിധി ചെയ്യൂ ന്യായാധിപതേ, നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ. നീതിയിൽ വിധി ചെയ്യൂ ന്യായാധിപതേ, നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ. ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ, രാപ്പകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ, രാപ്പകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനെന്ന് 318 വിശുദ്ധ പിതാക്കന്മാർ കൂടി നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ എഴുതി വെച്ചു. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവൻ. സഹോദരങ്ങളെ, യജമാനൻ വരും, അവരുമായി കണക്ക് തീർത്തു. യജമാനൻ വന്ന് കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. നീതിയിൽ വിധി എന്ന ന്യായാധിപതി, മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നവൻ അന്ന് വിസ്തരിക്കുമ്പോൾ അവന് മുഖപക്ഷം ഉണ്ടാവുകയില്ലല്ലോ. അപ്പോസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് പറയും: മുഖപക്ഷം കൂടാതെ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീനെന്ന് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ദൈവത്തിന് മുഖപക്ഷം ഉണ്ടാവുകയില്ല. നീ വചനം പ്രസംഗിച്ചവനല്ലേ? നീ ബൈബിൾ ക്ലാസ് എടുത്തവനല്ലേ? നീ സൺഡേ സ്കൂൾ പഠിപ്പിച്ചില്ലേ? വനിതാ സമാജത്തിൽ പ്രസംഗിച്ചില്ലേ? നീ ദൈവവേലയ്ക്ക് വേണ്ടി ഓടി നടന്നില്ലേ? ആളാമ്പ്രതി ശുശ്രൂഷ ചെയ്തില്ലേ? തേജസ്സേറിയ ശുശ്രൂഷയും നിർവഹിച്ചില്ലേ? അതിവിശുദ്ധ സ്ഥലത്ത് നിന്നില്ലേ? ഇതാ ശുചിയോട് ശുദ്ധിയാ ബെസ്കുദിശ പാദങ്ങൾ സ്പർശിച്ചില്ലേ? ദൈവ പൈതലെ ഭയപ്പെടുക. ശുചിയോട് ശുദ്ധിയാ ബെസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ നിന്റെ പാദങ്ങളായിരുന്നില്ലേ? ദൈവ പൈതലെ, നിനക്ക് മനസ്സിലായോ? അതിവിശുദ്ധ സ്ഥലത്ത് ചവിട്ടിയ പാദങ്ങളായിരുന്നില്ലേ? എന്നാൽ ഓർത്തുകൊള്ളൂ, ഗൗരവമായി സ്മരിച്ചുകൊള്ളൂ, പാപം നിന്നെ വേട്ടയാടുന്നതിന് മുൻപ്, നിത്യന്യായാധിപരുടെ മുൻപാകെ നീ നിൽക്കുന്നതിന് മുൻപ് ഇന്ന് നിന്റെ പാപത്തിൽ നീ മോചനം പ്രാപിച്ചു കൊള്ളുക. പാപത്തിന്റെ ഭീകരമായ ശിക്ഷ നിന്റെ മേൽ നിപതിക്കുന്നതിന് മുൻപ്, പാപത്തിന്റെ കഠോരമായ ശിക്ഷാവിധിയിൽ നീ ആഴത്തിൽ വീഴുന്നതിന് മുൻപ്, ഇന്ന് ദൈവവൈതലെ ന്യായാധിപതിയുടെ മുൻപിൽ നിൽക്കുന്നതിന് മുൻപ്, ഇന്ന് നിനക്ക് വേണ്ടി കൃപയുടെ പെട്ടകം തുറന്നിരിക്കുന്ന സമയത്ത് നീ രക്ഷ നേടിക്കൊള്ളുക. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഇറ്റേണിറ്റി. നിത്യതയിൽ പാപം നിന്നെ കണ്ടെത്തും. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ, ഓരോരുത്തരും അവനെ പ്രവർത്തിക്കുന്നതൊക്കെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. പത്രോസ് ശ്ലീഹ വീണ്ടും പറയുന്നു. 1-ാമത്തെ ലേഖനം, പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം: ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു.
ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാനിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. വളരെ ഗൗരവമേറിയൊരു കാര്യമാണത്. ദാസന്മാരെ യജമാനൻ വിളിച്ചു വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ്. അങ്ങനെയാണ് ആ സംഭവം പറയുന്നത്. യജമാനൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർ വിളിച്ചു തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഞാൻ ഭയത്തോടെ പറയുകയാണ്, ദൈവമേ, നിൻ്റെ സമ്പത്താണല്ലോ തന്നത്, നീ തന്നതാണല്ലോ ആരോഗ്യം, നാഥ നീ തന്നതാണല്ലോ ഭവനം, നീ തന്നതാണല്ലോ ഒരു കുടുംബം, നീ തന്നതാണല്ലോ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നീ തന്നതാണല്ലോ കുഞ്ഞുങ്ങൾ. കർത്താവെ, നീ തന്നതാണല്ലോ ഇന്ന് ജീവിക്കാനുള്ള മാർഗം. ഊണരി നീ തന്നതാണല്ലോ, ഉടുതുണി നീ തന്നതാണല്ലോ. കർത്താവെ, ഒരു കിടപ്പാടം നീ തന്നതാണല്ലോ. കരുണയുള്ള കർത്താവെ, വിദ്യാഭ്യാസം നീ തന്നതാണല്ലോ. നീ തന്നതാണല്ലോ ഈ ആയുസ്. സമ്പത്ത്, ദൈവത്തിൻ്റെ സമ്പത്ത് തന്നു. അവൻ ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർ വിളിച്ചു തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ദൈവജനമേ, ദൈവം തന്നതല്ല നിങ്ങൾക്ക് എന്തുള്ളൂ? നിത്യനായ ദൈവം തന്ന ദാനമല്ലയോ നിങ്ങളുടെ ആയുസ്? മരിക്കേണ്ടതല്ലായിരുന്നോ? ആ അപകടത്തിൽപ്പെട്ട് തീരേണ്ടതല്ലായിരുന്നോ? ആ മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുമായിരുന്നില്ലല്ലോ? ഡോക്ടർമാർ കൈവിട്ടതല്ലേ? വൈദ്യശാസ്ത്രം എന്നേക്കുമായി നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിപ്പിച്ചതല്ലേ? ദൈവവൈദ്യലേ, ഇന്ന് നീ ജീവിക്കുന്ന ഒരു അത്ഭുതമല്ലേ? ദൈവം കടം തന്ന ആയുസ് മറക്കരുത് മകനെ. ദൈവം കടം തന്ന ആയുസ്. മകളെ മറക്കരുത്. ഉടയമ്പരാൻ കടം തന്ന ആയുസ്. ഈ ആയുസ് നിനക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല, വിലയേറിയ ആയുസ്സാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ കോലഞ്ചേരി കോളേജിൽ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഇടയ്ക്ക് എല്ലാ ക്ലാസ്സുകളിലും സൗകര്യം പോലെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. പഠിപ്പിക്കാനല്ല, സാറില്ലാത്ത സമയത്ത്, അവിടെ ചെല്ലേണ്ട സാറില്ലാത്ത സമയത്ത് ഞാൻ ഇടയ്ക്ക് കയറി ചെല്ലും. ഞാൻ പിള്ളേരോട് പറയും, മക്കളെ, നിങ്ങൾക്ക് നല്ല പ്രായമാണ്, നല്ല യൗവന വീര്യമുള്ള പ്രായമാണ്, നല്ല കരുത്തുള്ള പ്രായമാണ്. അത് കളഞ്ഞു കുളിക്കരുത്. നിങ്ങൾക്ക് ഉടയമ്പരാൻ തന്ന നല്ല ബുദ്ധിയുണ്ട്, അത് കളഞ്ഞു കുളിക്കരുത്. അത് കഞ്ചാവിന് കൊടുക്കരുത്, അത് മദ്യത്തിന് കൊടുക്കരുത്, അത് ബാറിൽ വിറ്റ് കളയരുത്. മക്കളെ, നിങ്ങളത് ഇതാ വേണ്ടാതിനത്തിന് ചെലവഴിക്കരുത്. നിങ്ങളുടെ വിലയേറിയ ആയുസ് അത് വിലപ്പെട്ടതാണ്, അത് പ്രയോജനപ്രദമായി തീരേണ്ടതാണ്. ഒരു നല്ല മാഗ്നറ്റിക് കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്, കാന്തശക്തി നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. കാന്തശക്തി അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായി ഈ ബുദ്ധിയുണ്ടല്ലോ, ജസ്റ്റ് ലൈക്ക് മാഗ്നറ്റ്, അത് കാന്തം പോലെയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇരുമ്പിനെ ആകർഷിക്കുന്ന കാന്തം പോലുള്ള ബുദ്ധി. പ്രിയപ്പെട്ടവരെ, ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, ചിലരെല്ലാം കേൾക്കാറുണ്ട്, ചിലർ അതിനെ അത്ര ഗവനിക്കാറുമില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ആയുസ് കളഞ്ഞു കുളിക്കണമോ? ദൈവം തന്ന ആയുസ്, ദൈവം കടം തന്ന ആയുസ്, ദൈവം മരണക്കിടക്കിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച ആയുസ്, സ്വർഗത്തിലെ ദൈവം ആയുസ് നീട്ടി തന്നതായി നിങ്ങളുടെ ജീവിത ആയുഷ്കാലം, അത് പൈശാചികന് കൊടുക്കണമോ? സാത്താന് വിട്ടുകൊടുക്കണമോ? മദ്യഷാപ്പിൽ കളഞ്ഞു കുളിക്കണമോ? ബാർ ഹോട്ടലിലേക്ക് എറിഞ്ഞു കളയണമോ? ദൈവവൈദ്യരെ വേശ്യാസ്ത്രീകളുമായ സംഘത്തിൽ നഷ്ടപ്പെടുത്തി കളയണമോ? ശരീരത്തിൻ്റെ ലൈംഗിക മോഹങ്ങളിൽ കുടുങ്ങി നിങ്ങളുടെ ആയുസ് നശിപ്പിക്കണമോ? വിലയേറിയ നിത്യജീവൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയണമോ? ദൈവജനമേ, ചിന്തിപ്പീൻ. നൈമിഷിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി നിത്യ സൗഭാഗ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അല്പനേരത്തെ രസത്തിന് വേണ്ടി നിത്യസ്വർഗം നഷ്ടപ്പെടുത്തി കളയരുത്. അവൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവന് 1 താലന്ത്, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. അതെനിക്ക് അല്പം രസമുള്ള കാര്യമാണ്. എല്ലാവർക്കും ഒരുപോലെ കൊടുത്തില്ല. അതെന്താ? ഓരോരുത്തർക്കും കൊടുത്ത അവരവരുടെ പ്രാപ്തി പോലെ. പ്രാപ്തി ഉടയമ്പരാൻ അറിയാം, സ്വർഗത്തിലെ നിത്യരക്ഷകൻ അറിയാം ഓരോരുത്തർക്ക് എന്ത് പ്രാപ്തിയുണ്ടെന്ന്. ഇതെന്താ കർത്താവ് എനിക്ക് ബുദ്ധി തരാത്തത്? എനിക്കെന്താ ഫസ്റ്റ് റാങ്ക് തരാത്തത്? എനിക്കെന്താ കർത്താവ് ബിസിനസ്സിൽ കരയേറ്റം തരാത്തത്? ചോദ്യം ചെയ്യണ്ട. ശാന്തമായി വിനയപ്പെട്ടിരിക്കൂ. നിന്നെ വാലല്ല തലയാക്കാൻ അവൻ കഴിവുള്ളവനാണ്. നിന്നെ ഉയർത്താൻ അവൻ മതിയായവനാണ്. നിന്നെ വാലായി നിർത്താൻ അവന് താല്പര്യമില്ല. നിന്നെ ദേശത്തിൻ്റെ ഉന്നതികളിന്മേൽ നടകൊള്ളുമാറാക്കും ദൈവപൈതലേ. നിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ പിൻപടയായി നിന്നെ അനുഗമിക്കും. നീ മനസ്സിലാക്കിക്കൊള്ളൂ. നിന്നെ നിസ്സാരനാക്കി തള്ളിക്കളയാൻ ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ വളർത്തും, ദൈവം നിന്നെ ഉദ്ധരിക്കും, ദൈവം നിന്നെ നയിക്കും, ദൈവം നിന്റെ നായകനായ നിനക്ക് മുൻപേ നടക്കും. അവൻ നിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കും. അതെനിക്ക് ഇഷ്ടമുള്ളൊരു ചിത്രമാണ്. ഏതാണെന്നോ? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.
സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് തൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ വാതിക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇതാ 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ കൂടാരവാതിക്കൽ കാത്തു നിൽക്കുന്നു. ത്രിയേക ദൈവം ദൈവവിശ്വാസിയായ ദൈവദാസന്റെ കൂടാരവാതിക്കൽ തച്ചു നിൽക്കുന്നു. അബ്രഹാം തലതാഴ്ത്തിയിരിക്കുകയാണ് നിരാശയിൽ. മക്കളില്ല, കുഞ്ഞുങ്ങളില്ല. ഇതാ വയസ്സ് 99ആയി. സാറയ്ക്ക് 89 വയസ്സ്. ഭാര്യയുടെ ശരീരം നിർജ്ജീവമായി, ഭർത്താവിൻ്റെ ശരീരവും അങ്ങനെ തന്നെ. ഇനി മക്കളുണ്ടാവുകയില്ല. ദൈവമേ, 24 കൊല്ലം മുമ്പ് നീ തന്ന വാഗ്ദത്വം എവിടെ? മക്കളെ തരാമെന്ന് നീ പറഞ്ഞത് എവിടെ പോയി? അബ്രഹാമിൻ്റെ ഉള്ളിലൊരു വേവലാതി, ഒരു വിങ്ങല്, ഒരു വിതുമ്പല്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം നിരാശനായി തലതാഴ്ത്തിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അകത്തു നിന്ന് ഒരു വിതുമ്പലിൻ്റെ ശബ്ദം കേൾക്കാം, ഒരു ഏങ്ങലടി കേൾക്കാം, ഒരു ചെറിയ ഞരക്കം കേൾക്കാം. അത് ഒറ്റയ്ക്കിരുന്ന് സാറായും നെടുവീർപ്പിട്ടുകൊണ്ട് അങ്ങനെ സമയം കഴിക്കുകയാണ്. എപ്പോഴും അബ്രഹാം തലപൊക്കി നോക്കി. ദൈവം തൻ്റെ കൂടാരവാതിക്കൽ വന്നിരിക്കുന്നു. 3 അപരിചിതന്മാർ കൂടാരവാതിക്കൽ വന്നിരിക്കുന്നു. തൃത്വം കൂടാരവാതിൽ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവം തൻ്റെ ദാസന്റെ സമീപത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം വരുന്നത് അനുഗ്രഹിക്കാനാണ്. ദൈവം വരുന്നത് അനുഗ്രഹിക്കാനാണ്. ദൈവം ശപിക്കാൻ വരുന്നവനല്ല. ആരും തെറ്റിദ്ധരിക്കേണ്ട. എന്നോട് ദൈവം എന്താ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ ചിന്തിക്കരുത്. എനിക്കെന്താ ഇങ്ങനെ വന്നത് നിങ്ങൾ ചിന്തിക്കരുത്. എങ്കിലും എന്നോട് ഇത്ര ചെയ്യാൻ ഞാൻ എന്ത് പാപം ചെയ്തു നിങ്ങൾ ചോദിക്കരുത്. നിങ്ങളാരും ദൈവത്തോട് പരിഭവിക്കരുത്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ കൂടാരവാതിക്കൽ ദൈവം തമ്പുരാൻ വന്നു. ദൈവം അനുഗ്രഹം ചെയ്യാൻ തുടങ്ങി. ആ സംഭവം ഞാൻ വിവരിക്കുന്നില്ല. അതിന് ശേഷമുള്ളൊരു കാര്യമാണ് എൻ്റെ ഉള്ളത്തെ കുളിർപ്പിച്ചത്. അബ്രഹാം ഇങ്ങനെ നടന്നു നീങ്ങുകയാണ് ദൈവം തമ്പുരാൻ്റെ കൂടെ. ഒടയമ്പുരാൻ്റെ കൂടെ ദൈവദാസൻ നടക്കുന്നു. എന്തൊരു നടപ്പാണത്, എന്തൊരു സുഖമാണത്. നിത്യനായ ദൈവത്തിൻ്റെ കൂടെ പാവപ്പെട്ട മനുഷ്യൻ നടക്കുന്നു. ആരാണ് ഈ കൂടെ നടക്കുന്നത്? അബ്രഹാം ഭയഭക്തിയോടെ, വിറയലോടെ, ആദരവോടെ, അബ്രഹാം ഹൃദയത്തിൻ്റെ വിറവുണ്ട് മന്ദം മന്ദം നടക്കുകയാണ്. ഞാൻ ധ്യാനിക്കുന്നൊരു ചിത്രമുണ്ട്, പടം കണ്ടതല്ല, മനസ്സിലെ ധ്യാനം. അബ്രഹാമിൻ്റെ തോളിൽ ദൈവം തമ്പുരാൻ കൈയിട്ടു, തോളിന്മേൽ കൈവച്ചു. രണ്ടുപേരും ചേർന്ന് നടക്കുകയാണ്. ഇതൊരു മാനുഷിക ഭാവന, വളരെ ചപലമായൊരു ഭാവന എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. വളരെ ചാബല്യമുള്ളൊരു ഭാവന. പക്ഷേ നിത്യനായ ദൈവം ഇറങ്ങി വന്ന് നിസ്സാരനായ മനുഷ്യൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവനെ ഒപ്പം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ മറച്ചു വയ്ക്കുമോ? ഒടയമ്പുരാൻ ചെയ്യാൻ പോകുന്ന കാര്യം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കാൻ പോവുകയാണ്. ദൈവജനമേ, നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ ആശ ദൈവത്തോട് പറയണം. കർത്താവേ, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, നോഹ ദൈവത്തോടുകൂടെ നടന്നു, അബ്രഹാം ദൈവത്തോടുകൂടെ നടന്നു, വിശുദ്ധന്മാർ ദൈവത്തോടുകൂടെ നടന്നു. എനിക്കും എൻ്റെ കർത്താവേ നിൻ്റെ കൂടെ ഒന്ന് നടക്കണം. നിങ്ങൾ പറയുമോ പ്രിയരെ? ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടന്നാൽ ദൈവം എടുത്തുകൊള്ളും. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതെയായി. ദൈവത്തോടുകൂടെ നടക്കുന്നവന് ദൈവം എടുത്തുകൊള്ളും. യഹോവയുടെ മഹത്വം പിൻപടയായിരിക്കും. ഇന്ന് ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം കൊതി പൂണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് നിൻ്റെ കൂടെ നടക്കാനൊരു കൊതിയുണ്ട്. ഉടനെ കർത്താവ് പറയും, ആമോസിൻ്റെ പ്രവചനം 4-ാം അധ്യായത്തിലെ വാക്യം പറയും, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ മോനെ? 2 പേർ തമ്മിൽ ഒക്കാതെ ഒരുമിച്ച് നടക്കുകയില്ലല്ലോ. ഇപ്പോൾ നാം തമ്മിൽ നിരപ്പിലല്ലല്ലോ. നിന്നിൽ ഇന്നിന്ന പാവങ്ങളുണ്ടല്ലോ, ഇന്നിന്ന ബലഹീനതയുണ്ടല്ലോ, ഇന്നിന്ന ദുഷ്ചെയ്തികളുണ്ടല്ലോ, ഇന്നിന്ന ദുഷ്കൃതങ്ങളുണ്ടല്ലോ, ഇന്നിന്ന പോരായ്മകളുണ്ടല്ലോ. 2 പേർ തമ്മിൽ ഒത്തിട്ടില്ലാതെ ഒരുമിച്ച് നടക്കുമോ? പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് നടക്കണമെങ്കിൽ ദൈവത്തോടൊക്കണം. അതിനെൻ്റെ ജീവിതത്തിലെ പാപം പോകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എളിമയോടെ വിനീതനായി നിന്നുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, നിൻ്റെ ഒരുമിച്ച് നടക്കാൻ തക്കവണ്ണം ഞാൻ യോഗ്യനായില്ല. നിൻ്റെ വിശുദ്ധിയുടെ തേജസ്സോട് ചേർന്ന് നടപ്പാൻ ഞാൻ അർഹനായില്ല. അതിനുള്ള യോഗ്യത എനിക്കില്ല. എന്നെ നീ കഴുകണമേ, എൻ്റെ പാപക്കറകൾ പോക്കണമേ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ, എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ ആന്തരിക ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ നീ മുഴുവനും മാറ്റി എന്നെ വിശുദ്ധീകരിക്കണമേ. നിന്റെ തിരുരക്തത്തിൻ്റെ ആ തങ്ക രുധിരത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ഹൃദയത്തെ നീ കഴുകണമേ. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. എന്നെ നീ ഒന്ന് തൊടണമേ, എന്നെ നീ ഒന്ന് തലോടണമേ. നിത്യതയിൽ നീ വന്ന് കണക്ക് തീർക്കുന്ന ദിവസം എൻ്റെ ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുമ്പോൾ ലജ്ജിതനായി തലതാഴ്ത്തി
നിൽപ്പാൻ എനിക്ക് ഇടവരരുതേ. Be sure your sin will find you out in eternity. നിത്യതയിൽ പാപം നിന്നെ കണ്ടെത്തും. ദൈവവൈതലേ, നിത്യതയിൽ പാപം നിന്നെ കണ്ടെത്തുന്നതിന് മുൻപ് ഇന്ന് നീ നിന്റെ പാപത്തെ കണ്ടെത്തി ഉപേക്ഷിച്ചു കൊള്ളുക. പാപത്തെ തിരിച്ചറിഞ്ഞ് എറിഞ്ഞു കളഞ്ഞുകൊള്ളുക. പാപത്തെ പറിച്ചെറിഞ്ഞു കളഞ്ഞുകൊള്ളുക. ഇന്ന് പാപം മാറ്റുവാൻ യേശുവിൻ രക്തമുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് വാദിക്കുകയാണ്. ഈ തിരക്തം നിങ്ങളെ കഴുകാൻ പോന്നതാണ്. ഈ തിരക്തം നിങ്ങളെ കഴുകാൻ മതിയായതാണ്. ഈ തിരക്തം നിങ്ങളുടെ പാപക്കറകൾ കഴുകുന്നതാണ്. ഈ തിരക്തം നിങ്ങളെ വീണ്ടെടുക്കുന്നതാണ്. ഈ തിരക്തം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതാണ്. ഈ തിരക്തം നിങ്ങളെ ചേർത്തണച്ച് ഒരുമിച്ച് നടത്തുന്നതാണ്. യേശുവിന്റെ തിരക്തം. ദൈവജനമേ, തിരക്തത്തിൽ ആശ്രയിപ്പീൻ. ഗോകുൽത്തായിലെ ആ ദിവ്യബലിയിൽ ശരണപ്പെടുവീൻ. കുരിശിൻ ചുവട്ടിലേക്ക് ഓടി അടുക്കുവീൻ. അത്യുന്നതന്റെ മറവിൽ വസിക്കുവീൻ. സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുവീൻ. അവന് മഹത്വം കയറ്റുവീൻ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോൾ ഇടപെടാതെ കയറ്റുവാൻ യോഗ്യരായിക്കൊള്ളുവീൻ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ നാവിൽ സ്തുതി വരച്ച് ലഭിപ്പാൻ പ്രാർത്ഥിപ്പീൻ. സ്തുതി നാവിന്മേൽ എഴുതി തരുവാൻ പ്രാർത്ഥിപ്പീൻ. സ്തുതിയുടെ ബലത്തിലും സ്തുതിയുടെ മികവിലും ദൈവത്തെ വാഴ്ത്തിപ്പാടുവാൻ മഹത്വപ്പെടുത്തുവാൻ കൃപ പ്രാപിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, കാരുണ്യവാനേ, അൻപുള്ള പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും അവിടെ തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പാപബോധത്തിന്റെ ആത്മാവിനെ അയക്കണമേ. പരിശുദ്ധ റൂഹ പൊരിഞ്ഞ് ആവസിക്കണമേ. സ്വർഗീയ പ്രാവ് തലമേൽ പറന്നിരിക്കണമേ. സ്വർഗീയ പ്രാവിന്റെ ശക്തി, വിശുദ്ധിയുടെ തേജസ് ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലണമേ. ഹൃദയം കഴുകണമേ. തിരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. ഓരോ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബശാന്തി നൽകണമേ. കുടുംബസമാധാനം നൽകണമേ. ജീവിത സൗഭാഗ്യം നൽകണമേ. നിത്യജീവന്റെ ഉറപ്പ് നൽകണമേ. സ്വർഗരാജ്യത്തിന്റെ പദവി നൽകണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ.